അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ അവസാനിച്ചു. ക്വാർട്ടർ ഫൈനലിൻ്റെ ലൈനപ്പ് വന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചസിൽ ഒന്നായിരുന്നു ഇന്നലെ നടന്ന ബാർസ ന്യൂകാസിൽ മത്സരം. നമുക്കറിയാം 9 ഗോളുകൾ ഒരൊറ്റ മാച്ചിൽ വരിക, അതും ചാമ്പ്യൻസ് ലീഗിലൊരു ഒരു നോക്കൗട്ട് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് തിങ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു 30 മിനിറ്റ് കാണുമ്പോൾ ഒരു ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് തോന്നി. 2-2 ഡ്രോയിൽ നിൽക്കുന്നു മത്സരം. അഗ്രിഗേറ്റിൽ അത് 3-3ലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും ഒരു അവസാനത്തെ 60 മിനിറ്റിൽ വീണ്ടും ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ബാർസക്ക് ന്യൂകാസിലൊരു ഫൈറ്റ് കൊടുക്കുമെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഒരു പ്യുവർ ബാർസ ഡോമിനൻസ് ആണ്. ക്യാമ്പ് നൗവിലേക്കുള്ള ഒരു കംബാക്കിൽ അവർ നടത്തിയൊരു ഒരു ബ്രൂട്ടൽ അറ്റാക്ക് എന്നൊക്കെ പറയാം. എന്തായിരുന്നു ശരിക്കും ന്യൂകാസിലിന് ആ അവസാനത്തെ 60 മിനിറ്റിൽ നഷ്ടപ്പെട്ടത്? ഈ കളി ആകപ്പാടെ രണ്ട് കളിയും ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 140 മിനിറ്റ് ശരിക്കും ന്യൂകാസിൽ പിടിച്ചു നിന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഹാഫ് ടൈം കഴിഞ്ഞിട്ടും അവർക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഹാഫ് ടൈം ആഗ്രിഗേറ്റ് സ്കോർ 4-3 ഉള്ളൂ. ആ സമയത്തും എന്തും സംഭവിക്കാം. പിന്നെ ആ ഒരു യമാലിൻ്റെ ഒരു ജീനിയസ് പാസ്സാണ് അത്. 4-2 ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ കളി കഴിഞ്ഞു. പിന്നെ ന്യൂകാസിലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഗോൾ തേടി പോകണം. പിന്നെ ബാസെ പോലത്തെ ഒരു ടീമിനെതിരെ അത്രയും ഗ്യാപ്പ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ഫിനിഷേഴ്സും ഉണ്ട്. ഇപ്പോൾ ലെവൻഡോവ്സ്കി ആയാലും റഫീന. റഫീനി, ഇവരൊക്കെ ആ ചാൻസസ് എടുക്കും. ഇപ്പോൾ ന്യൂകാസിലിന് മിഡ്ഫീൽഡ് കഴിഞ്ഞ മത്സരത്തിൽ ഹോമിൽ അവർ കളിച്ചപ്പോൾ ജോലിംഗ്ടൺ ഒക്കെ നയിച്ച മിഡ്ഫീൽഡ് ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ട്. എൻ്റെ ബാർസയുടെ പല അറ്റാക്സും അവർക്ക് അതെ, ഡിനൈ ചെയ്യാൻ പറ്റി. പക്ഷേ ക്യാമ്പ് നൗവിൽ എത്തിയപ്പോൾ ആ ഒരു മിഡ്ഫീൽഡിന് അവിടെ ഒരു സ്പേസ് ഇല്ലാത്ത, മിഡ്ഫീൽഡ് പിക്ചറിലില്ലാത്ത രീതിയിലേക്ക് മാറി. അവിടെ ശരിക്കും അവർക്ക് ബ്രൂണോ ഗുമേറസിനെ മിസ് ചെയ്യുന്നുണ്ടോ ന്യൂകാസിൽ? തീർച്ചയായിട്ടും. ബ്രൂണോ ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. ഇപ്പം എല്ലാവരും ഇസാക്ക് പോയതിനെ പറ്റി പറയും. പക്ഷേ ഈ കഴിഞ്ഞ സീസൺ അവർ കപ്പ് ജയിച്ചപ്പോഴും അതിനു മുമ്പ് 2023 ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്തപ്പോഴൊക്കെ ബ്രൂണോ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. ബ്രൂണോ, ജോലിൻറ്റൺ, ആ ഒരു കോമ്പിനേഷനാണ് അവരുടെ മിഡ്ഫീൽഡിൽ ഏറ്റവും ശക്തമായ ഒരിത്. അപ്പോൾ ഇപ്പോൾ ബാർസയുടെ കേസിൽ പലരും പറയുന്നു ഒരു മാച്ച് വിന്നർ, അല്ലെങ്കിൽ അവിടെ ഒരു മാച്ച് നയിക്കുന്നത് യമാലാണെന്ന്. വേറൊരു ഓപ്ഷൻ ഉള്ളത് റഫീനിയാണ്. സാറിന് എന്താ തോന്നുന്നത്, ശരിക്കും യമാലാണോ റഫീനിയാണോ ഈ ബാർസയെ ലീഡ് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇപ്പം മൂന്നാമത്തെ ഒരു കളിക്കാരൻ പെഡ്രിയാണ് ഏറ്റവും ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുത്തിട്ടുള്ള ഈ UCL. അപ്പം അവർക്ക് അനേക കളിക്കാരുണ്ട് അങ്ങനെ ത്രെറ്റ്സ് ആയിട്ട്. ഇപ്പോൾ ബെഞ്ചിൽ നിന്ന് ഓൾമോനെ കൊണ്ടുവരാൻ പറ്റുന്നു. മറ്റേ ഫെറാൻ ടോറസ് ഉണ്ട്, ഫെർമിൻ ലോപ്പസ് ഉണ്ട്, മറ്റേ ലെവൻഡോവ്സ്കി ഇപ്പോഴും ഇത്രയും പ്രായമായിട്ടും കളിക്കുന്നത് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇന്നലെ ന്യൂകാസിലിനെതിരെ. അപ്പം അങ്ങനെ അവർക്ക് അനേക കളിക്കാരുണ്ട്. ഇപ്പോൾ ബാർസയുടെ ഇനിയുള്ള ഒരു മുന്നോട്ടേക്ക് പോകുന്ന അടുത്തത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ്. അതിൽ നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡും ബാർസയും ഒരു സെമി ഫൈനൽ ഇതിന് മുമ്പ് ഏറ്റുമുട്ടി. അത് ഒരു 4-3 എന്ന അഗ്രിഗേറ്റിൽ അത്ലറ്റിക്കോ വിജയിക്കുകയാണ് ചെയ്തിട്ട്. നമുക്കതിൽ ഫസ്റ്റ് ലെഗിലേക്ക് സംസാരിക്കും. ഫസ്റ്റ് ലെഗിൽ ഒരു പ്യൂർ ഡോമിനൻസ് ആയിരുന്നു അത്ലറ്റിക്കോയ്ക്ക്. സാധാരണ അത്ലറ്റിക്കോയിൽ നിന്നും കാണാത്തൊരു അപ്രോച്ച്, അല്ലെങ്കിൽ സിമ്യോണി ഫുട്ബോളിൻ്റെ ഒരു വേറിട്ട വേർഷൻ ആയിരുന്നു നമ്മളത് കണ്ടിട്ടുള്ളത്. ഈ ഒരു സെമി ഫൈനലിലേക്ക്, അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ, ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ ഈ ഒരു അപ്രോച്ച് ബാർസലോണയ്ക്ക് മേൽ അത്ലറ്റിക്കോ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ വളരെ വ്യത്യസ്തമായൊരു അത്ലറ്റിക്കോ ടീമാണ്. പണ്ടത്തെ ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം സിമിയോണിൻ്റെ ഒരു ടീം ചാമ്പ്യൻസ് ലീഗ് ഫൈനലെത്തുന്ന 2014. അത് വെറും ഡിഫെൻസീവ് സോളിഡിറ്റി വെച്ച് പിന്നെ കൗണ്ടർ അറ്റാക്കിൽ ഗ്രീസ്മൻ, ഡിയേഗോ കോസ്റ്റ അങ്ങനത്തെ 1-2 കളിക്കാരുണ്ട്. പക്ഷെ അതിൻ്റെ ഫൗണ്ടേഷൻ ഈ ഡിഫെൻസും വളരെ സോളിഡായിട്ടുള്ളൊരു മിഡ്ഫീൽഡുമായിരുന്നു. അധികം ഗോളൊന്നും അടിക്കുന്ന ഒരു ടീമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന അത്ലറ്റിക്കോ വളരെ ഓപ്പണായിട്ടാണ് പല കളി. ഇപ്പം ഇന്നലെ ഇപ്പോൾ EPL ഏറ്റവും മോശം ഫോമിലുള്ള ടോട്ടനം വരെ ഇപ്പം 5 ഗോൾ അടിച്ചു 2 കളി അത്ലറ്റിക്കോനെതിരെ. അപ്പോൾ ആ ഒരു പണ്ടത്തെ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി ഇപ്പോൾ കാണുന്നില്ല. അത് കാരണം എനിക്ക് തോന്നുന്നു 2 ടൈസും വളരെ ഓപ്പൺ ആയിരിക്കും. ഇപ്പം ഇന്നലെ ന്യൂകാസിൽ ചെയ്തതും അത്ലറ്റിക്കോ ഉറപ്പായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാകും. ലൂയിസ് ഹോളിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ കൂടിയുള്ള ഓട്ടങ്ങൾ, എലാങ്ക റൈറ്റ് കൂടി, ആൻ്റണി ഗോർഡൻ എപ്പോഴും ഒരു ത്രെറ്റാണ്. അങ്ങനെ പേസുള്ള കളിക്കാർ. അപ്പോൾ അവർ ലുക്മനെ വെച്ച് അത് തന്നെ ചെയ്യാൻ നോക്കും 2 ലെഗിലും. ഇപ്പോൾ ബാർസ ഇത്രയും അറ്റാക്സ് നടത്തുന്നു, ഗോളുകൾ അടിച്ചു കൂട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴും ബാർസ കഴിഞ്ഞൊരു 14 മത്സരങ്ങളായിട്ട് ഗോൾ കൺസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലീൻ ഷീറ്റ്സ് ഇല്ല. ഏറ്റവും നല്ല ഗോൾ കീപ്പറായിട്ടുള്ള ലീഗിൽ തന്നെ ജോൻ ഗാർഷ്യ അവിടെ ഉള്ളപ്പോഴും ഗോളുകൾ അവർ കൺസീഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ബാർസക്ക് ഇനിയും എവിടെയെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ, ഡിഫൻസിൽ പ്രത്യേകിച്ച്? എല്ലാ ടീമിനും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു
ഒരു പെർഫെക്റ്റ് ഒരു ലോകത്ത് കുബാസിന്റെ കൂടെ വളരെ അനുഭവമുള്ളൊരു ഇനീഗോ മാർട്ടിനസോ ആരെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകാനായിരുന്നു അവരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നടക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ വളരെ വ്യക്തമാണ് അറാഹുവിനെ അവർക്ക് വിശ്വാസമില്ല ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടെന്ന്. അപ്പോൾ പിന്നെ ഇനി വരാൻ പോണ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ തീർച്ചയായിട്ടും നോക്കും. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഒരു മാർക്ക് ഗഹി പോലത്തെ ഒരു കളിക്കാരന് ഇപ്പോൾ സിറ്റി ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ ബാസ് നോക്കേണ്ട ഒരു കളിക്കാരനായിരുന്നു. അപ്പോൾ അവർ തീർച്ചയായിട്ടും നോക്കും. അങ്ങനത്തെ ഒരു ഇപ്പോൾ സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ ഡിയോമാൻ്റെ ഇവരൊക്കെ നോക്കണ കളിക്കാരായിരിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ്ലി പറയാനുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു അറ്റാക്കിനെ പറ്റിയിട്ടാണ്. ഇപ്പം സിമിയോണിയുടെ മകൻ ജൂലിയാനോ സിമിയോണി, അതുപോലെ തന്നെ ഹൂലിയൻ അൽവാരസ്, ഇവർ നയിക്കുന്ന ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു അത്ലറ്റിക്കോ മാഡ്രിഡാണ്. ഒരു അർജന്റീൻ യൂത്ത് വെച്ചിട്ടാണ് ഡിയോ സിമിയോണി നടത്തുന്നത്. ഈ ഒരു അറ്റാക്ക് എത്രത്തോളം ഈ ഒരു ബാർസ ഡിഫൻസിനെ പെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്? ഒരു സ്പീഡുണ്ട്. ബാഴ്സലോണയെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീഡിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റണം. ആ ഹൈ ലൈൻ ബ്രേക്ക് ചെയ്യാനും സ്പീഡ് തന്നെ വേണം. അപ്പം അങ്ങനെ ചില ടീമുകൾ ഇപ്പോൾ ലിവർപൂളിന് അങ്ങനത്തെ കളിക്കാരുണ്ട്, ബയൺ മ്യൂണിക്കിന് അങ്ങനത്തെ കളിക്കാരുണ്ട്, റയലിന് അങ്ങനത്തെ കളിക്കാരുണ്ട്, എംബാപ്പെ, വിനീഷ്യസ്. അപ്പം അങ്ങനത്തെ ടീമുകൾക്ക് എപ്പോഴും ബാഴ്സലോണയ്ക്കെതിരെ ഒരു ചാൻസ് ഉണ്ട്. ആ ഹൈ ലൈൻ ബ്രേക്ക് ചെയ്ത് കൗണ്ടറിൽ ഗോൾ അടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ശക്തമായൊരു സെൻറ്റർ ബാക്ക് പെയറിങ് അല്ല ബാഴ്സലോണയുടെ. അപ്പോൾ ഒരു ഹൈ ബോളും ഇതൊക്കെ വരുമ്പോഴും ഇപ്പോൾ കോർണർ കിക്സ് അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ അതും ടീംസ് നോക്കും. ഇന്നലെ ഹാങ്കോൻ്റെ ഹെഡറായിരുന്നു സ്പേഴ്സിനെതിരെ. അപ്പോൾ സിമിയോണിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് അത്രയും കൊല്ലത്തെ അനുഭവമുണ്ട് ഈ കോമ്പറ്റീഷനിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവർ പിന്നെ എല്ലാവിധ ചെറിയ ട്രിക്കുകളും അറിയണ ഒരു കോച്ചാണ്. അപ്പോൾ അതൊക്കെ പരമാവധി ശ്രമിച്ചു നോക്കും. ഇപ്പോൾ റൂണിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ബാർസ ന്യൂക്കാസിൽ മത്സരം ഫസ്റ്റ് ലെഗ് മത്സരം കഴിഞ്ഞിട്ട് പറയുന്നത്. ഇപ്പം ന്യൂക്കാസിനെതിരെയുള്ള മത്സരവും ചെൽസിക്കെതിരെ ബാർസ കളിച്ച മത്സരവും കണ്ടു. ബാർസയുടെ ടീമിൽ ഒരു ഇൻറ്റൻസിറ്റിയുടെ കുറവുണ്ട്. അത് പ്രീമിയർ ലീഗിൻ്റെ പേസിനോട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതിലെനിക്ക് വിശ്വസിക്കാം. ഇപ്പം ഓരോ കളിയിലും നമുക്ക് ആവശ്യമുള്ള ഇൻറ്റൻസിറ്റി വെച്ച് കളിക്കും. ഇപ്പം ഇന്നലെ വേണ്ടി വന്നപ്പോൾ ശരിക്കും കളിച്ചു. ന്യൂക്കാസിൽ ശരിക്കും വിറപ്പിച്ചു. ആദ്യത്തെ കളിയിൽ പ്രത്യേകിച്ചും രണ്ടാമത്തെ കളിയും ഒരു അരമണിക്കൂർ അവർ ശരിക്കും പിടിച്ചു നിന്നു. ജോലിൻ്റനായാലും പിന്നെ വൈറ്റ് പ്ലേയേഴ്സ് എല്ലാവരും നല്ല പ്രദർശനം കാഴ്ചവെച്ചു. അപ്പോൾ അതിനനുസരിച്ച് ബാഴ്സലോണയ്ക്കും കളിക്കേണ്ടി വന്നു.